കാഫിറായ മനുഷ്യൻ ചൊല്ലിയാൽ പോലും അത്ഭുതകരമായി ഫലം ലഭിക്കുന്നൊരു ഇസ്മ. ആ ഇസ്മ ഇപ്പോൾ മുസ്ലിമായൊരു മനുഷ്യൻ, അള്ളാഹുവിന് വഴിപ്പെടുന്നൊരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എത്രയായിരിക്കും? ഇതൊരു വമ്പൻ ഇസ്മാണ്, ഇതൊരു അത്ഭുത ഇസ്മാണ്. ഇതുകൊണ്ട് തുറക്കാൻ പറ്റാത്ത ഒരു പൂട്ടുമില്ല. എന്ത് പ്രശ്നവും അവിടെ വെച്ച് തീരും. ഏതൊരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പും ഇതുകൊണ്ടങ്ങ് തുടങ്ങിയാൽ അക്കാര്യം വിജയിക്കും. ഉറപ്പാണ്. നാഥനായ റബ്ബിൻ്റെ ഉറപ്പാണ്. ഇതിലപ്പുറം എന്താ വേണ്ടത്? മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാഫിറായൊരു മനുഷ്യൻ അള്ളാഹിൻ്റെ ഒരു ഇസ്മ ചൊല്ലിയിട്ട് അതിന് ഫലം ഉണ്ടായി. അങ്ങനെ കാഫിർ ചൊല്ലിയാൽ പോലും ഫലം ലഭിക്കുന്ന അതിവിശിഷ്ടമായൊരു നാമം. അപ്പോൾ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? നമ്മളത് മനസ്സറിഞ്ഞ് ചൊല്ലാത്തോണ്ടല്ലേ. നടക്കുമെന്ന ഉറച്ച ബോധ്യത്തിൽ ആ ഇസ്മ ഒന്ന് പ്രയോഗിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതം ഇങ്ങനെ മാറി മറിയണത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. കാഫിർ ചൊല്ലിയാൽ ഗുണം കിട്ടുമെന്ന് ആരാ പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായൊരു ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊരു കെട്ടുകഥയല്ല, ശരിക്ക് കൽബുകൊണ്ട് കേൾക്കണം കേട്ടോ ഈ കഥ. ഇത് ചരിത്രമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇമാം മുസ്ലിം റഹിമഹുല്ല സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഹബീബായ തങ്ങൾ പറയാണ്, കാന മലിക്കുൻ ഫീമൻ ഖബലക്കും, നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ടൊരു രാജാവുണ്ടായിരുന്നു. അഭിമാനികൾ പറയുന്നുണ്ട് അത് ബനു ഇസ്രായേലിൽപ്പെട്ട ദൂ നവാസ് എന്ന് പറയുന്ന രാജാവാണത്രേ. അപ്പോൾ മുത്തുനബി പറയണം, അങ്ങനെ ഒരു രാജാവുണ്ടായിരുന്നു. വക്കാന ലഹു സാഹിറുൻ, ആ രാജാവിനൊരു കൂടോത്രക്കാരനുണ്ടായിരുന്നു. രാജാവിന് രാജസദസ്സിലൊരു കൂടോത്രക്കാരൻ. അപ്പോൾ കൂടോത്രക്കാരന് ഫലം മഖബിറ, അയാൾക്ക് വയസ്സായി. കൂടോത്രം ചെയ്യുന്ന ആളാണ്, വയസ്സായി കഴിഞ്ഞാൽ പിന്നെ മുട്ടയൊക്കെ കുഴിച്ചിടാൻ ഭയങ്കര പാടല്ലേ അല്ലേ? മുട്ട എന്തൊക്കെ കുഴിച്ചിടാൻ ഭയങ്കര പാടല്ലേ? വയസ്സായി നടുവൊക്കെ വളച്ചൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ രാജാവിനോട് ഒന്ന് പറയുന്നുണ്ട്, അല്ലയോ പ്രഭു, എനിക്ക് വയസ്സായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങ് ഈ സിഹിർ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ചെറിയ കുട്ടി എന്നിലേക്ക് പറഞ്ഞയക്കണം. ഞാൻ അവനെ പഠിപ്പിച്ചോളാം. പിന്നെ അവനാകും കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരണക്കാരൻ, ഏറ്റവും പ്രധാനപ്പെട്ട കൂടോത്രക്കാരൻ. അങ്ങനെ ഫബഅസ ഇലൈഹി ഗുലാമൻ യുഅല്ലിമുഹു. അങ്ങനെ എന്ത് സംഭവിച്ചു? കൂടോത്രം പഠിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ഒരു കുട്ടിയെ ഈ കൂടോത്രക്കാരൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ കുട്ടിയെന്നും വീട്ടിൽ നിന്ന് കൂടോത്രക്കാരൻ്റെ അടുക്കിലേക്ക് പോകും. വൈകുന്നേരം കൂടോത്രക്കാരൻ്റെ അടുക്കൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഈ പോക്കുവരവിനിടയ്ക്ക് ഈ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആ പോകുന്ന വഴിയിൽ ഒരു ചെറിയ കുടിലുണ്ട്. അവിടെ ഒരു റാഹിബുണ്ട്, പുരോഹിതൻ, തൗറാത്തിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതൻ. വെറും ഒരു പണ്ഡിതനായിരുന്നില്ല അദ്ദേഹം, അള്ളാഹിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ടൊരു വലിയായിരുന്നു. അങ്ങനെയുള്ളൊരു മഹാൻ അവിടെ ഉണ്ട്. അപ്പോൾ കുട്ടിക്കാണെങ്കിൽ ഈ പുരോഹിതൻ്റെ പ്രകാശിക്കുന്ന മുഖവും അവിടെയുള്ള ചുറ്റുപാടൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുട്ടി പതിയെ ആ പുരോഹിതൻ്റെ അടുക്കൽ പോയി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ആ മഹാനായ വലിയൻ്റെ അടുക്കൽ പോയി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. കുട്ടിയപ്പോൾ എന്ത് ചെയ്യും? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പുരോഹിതൻ്റെ അടുക്കിലേക്ക് പോകും. കുറേ നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ വൈകിയാണ് കൂടോത്രക്കാരൻ്റെ അടുത്തേക്ക് പോവുക. അങ്ങനെ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും ഇതേപോലെ ഇദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കും, വൈകിയാണ് വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഇതിങ്ങനെ പതിവായപ്പോൾ കൂടോത്രക്കാരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ കുട്ടിയെ വൈകി വന്നതിൻ്റെ പേരിൽ അടിക്കാൻ തുടങ്ങി, ശക്തമായി അടി. രണ്ടാമത്തെ ദിവസം നല്ല അടി കിട്ടി. അപ്പോൾ കുട്ടി ഈ റാഹിബിൻ്റെ, പുരോഹിതൻ്റെ ആ വലിയൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, അല്ലയോ സയ്യിദി, എനിക്ക് ശക്തമായ അടി കിട്ടി. ആ മനുഷ്യൻ എന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്നൊന്നും അവർക്കറിയില്ലല്ലോ, ഞാൻ വൈകിച്ചെല്ലുന്നതിൻ്റെ പേരിൽ എന്നെ അടിക്കുന്നുണ്ട്, എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ഗുലാം ഇദാ ഖശീത സാഹിറ ഫഖുൽ ഹബസനി അഹ്ലി. മോനെ, ഈ കൂടോത്രക്കാരനെ നീ പേടിക്കുകയാണെങ്കിൽ, അതായത് വൈകി വരുമ്പോൾ അയാളിനെ അടിക്കാൻ വരുമ്പോൾ മോന് പേടിയാവുമല്ലോ. അങ്ങനെ പേടിക്കുന്ന സമയത്ത് മോൻ പറഞ്ഞു, എന്നെ വീട്ടിൽ നിന്ന് വൈകിയാണ് വിട്ടത്, വീട്ടിൽ പണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ചില ഘട്ടങ്ങളിൽ നമുക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി, സത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കൊച്ചു കളവുകൾ പറയാമെന്നതിൻ്റെ തെളിവാണിത്. ഇനി ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് മൊത്തത്തിൽ കള്ളത്തരം പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് കേട്ടോ. അപ്പോൾ ചില ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതിന് വിരോധമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു? നേരെ
കൂടോത്രക്കാരൻ്റെ അടുക്കൽ പോയി. അപ്പോൾ എന്താ വൈകിയത്? അതെന്നെ വീട്ടിൽ നിന്ന് വൈകിയാണ് വിട്ടത്, അതുകൊണ്ടാണ് വീട്ടിൽ പണിയുണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ നിന്ന് ഒഴിവായി. തിരിച്ചും അതുപോലെ തന്നെ വൈകുന്നേരം വൈകി വീട്ടിലേക്ക് എത്തുമ്പോൾ എന്താ മോനെ വൈകി എന്താ? അതേ കൂടോത്രക്കാരൻ, എൻ്റെ കൂടോത്രക്കാരൻ ഉസ്താദുണ്ടല്ലോ, അവിടുത്തെ ജ്യോത്സ്യൻ, അയാളുടെ അടുക്കൽ നിന്ന് എന്നെ വൈകിയാണ് വിട്ടത്. അപ്പോൾ രണ്ടിടത്തും അന്ന് എന്നെ വിളിച്ചു ചോദിക്കാൻ ഫോണൊന്നുമില്ലല്ലോ. അപ്പോൾ രണ്ടിടത്തും ഇങ്ങനെ പറഞ്ഞ് ആ കുട്ടി രക്ഷപ്പെട്ടു. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? ഈ വലിയൻ്റെ അടുക്കൽ ഇരിക്കുന്നത് ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. കുട്ടിക്ക് അങ്ങോട്ട് പോകാൻ കൂടോത്രക്കാരൻ്റെ അടുക്കൽ പോകുന്നത് ഇഷ്ടമല്ല. പക്ഷേ രാജാവിൻ്റെ കൽപ്പനയാണ്, പോകാണ്ടിരുന്നാൽ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പോൾ കുട്ടിക്കാണെങ്കിൽ ഈ കൂടോത്രക്കാരനെ വെറുത്തും പോയി, അള്ളാൻ്റെ ഔലിയാക്കളോട് വലിയനോട് ഭയങ്കര സ്നേഹമായി. ആ ഇടക്കാണ് ആ നാട്ടിലൊരു മൃഗം ഇറങ്ങണത്. ഒരു മൃഗം, അതെന്ത് മൃഗമാണെന്ന് ഹദീസിൽ പറയണില്ല, വിശദീകരണത്തിൽ പുലിയും കടുവയും അതുപോലെ പാമ്പാണെന്നൊക്കെ കാണാം. ഏതായാലും ആ നാട്ടുകാരെ മുഴുവൻ പേടിപ്പിച്ചൊരു മൃഗം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി ഈ മൃഗത്തെ കണ്ടിട്ടില്ല. കുട്ടി പറയുന്നുണ്ട് ഇങ്ങനെ, മൃഗത്തിൻ്റെ അടുത്തല്ല, കുട്ടി വീട്ടിൻ്റെ പുറത്തിറങ്ങി നിന്നിട്ട് പറയാണ്, ഇന്ന് എനിക്ക് ബോധ്യപ്പെടും, അതായത് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ എനിക്ക് ബോധ്യപ്പെടണം. എന്താണ് ബോധ്യപ്പെടേണ്ടത്? അൽ യൗമ അഅലമു അസ്സാഹിറു അഫ്ളലു അമിർ റാഹിബു, ഈ കൂടോത്രക്കാരനാണോ അതോ ഈ വലിയാണോ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠൻ എന്നെനിക്ക് ബോധ്യപ്പെടണം. എങ്ങനെ? അള്ളാൻ്റെ അടുക്കൽ ശ്രേഷ്ഠത ആർക്കാണ്? കൂടോത്രക്കാരനാണോ അല്ലെങ്കിൽ അള്ളാൻ്റെ ഔലിയാക്കൾക്കാണ്? ഈ വലിയനാണ്. ആർക്കാണ് ശ്രേഷ്ഠത എന്ന് എനിക്കിന്ന് അറിയണം. എൻ്റെ ഈമാൻ ഉറപ്പിക്കാനാണത്. ഫഅഖദ ഹജറൻ, മുത്തുനബി പറയണം, ആ കുട്ടി എന്ത് ചെയ്തു? ഒരു കല്ലിങ്ങനെ എടുത്തു, എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇൻ കാന അംറു റാഹിബി അഹബ്ബ ഇലൈക മിൻ അംരി സാഹിരി ഫഖ്തുൽ ഹാദിഹി ദാബ്ബ. പടച്ചോനെ, നിൻ്റെ അടുത്ത് കൂടോത്രക്കാരനേക്കാൾ വലുത് ഈ ഔലിയാക്കളിൽപ്പെട്ട മനുഷ്യനാണെങ്കിൽ യാ റബ്ബി, ഈ മൃഗത്തെ നീ കൊന്നുകളയണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഈ കല്ലെടുത്ത് ഫറമാഹ, ഒരു എറിയങ്ങെറിഞ്ഞു. ഫഖത്തലഹ, ആ മൃഗത്തിൻ്റെ ശരീരത്തിൽ പോയി ആ കല്ല് കൊള്ളുകയും ആ മൃഗം മരിച്ചു വീഴുകയും ചെയ്തു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പോൾ കുട്ടിക്ക് ഉറപ്പായി ആരാണ് സത്യം എന്ന് ഉറപ്പായി. സത്യം എന്ന് ഉറപ്പുണ്ട്, പക്ഷെ അതൊന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുട്ടിക്കൊന്നുകൂടെ ഈമാനങ്ങ് കൂടി. അങ്ങനെ കുട്ടി ഓടിച്ചെന്ന് വലിയൻ്റെ അടുക്കൽ പറഞ്ഞു, ഈ സംഭവം നടന്നതൊക്കെ പറഞ്ഞപ്പോൾ വലിയ പറഞ്ഞു, പൊന്നുമോനെ അൽ യൗമ അഫ്ളലു മിന്നി, ഇന്ന് നീ എന്നെക്കാളും വലിയ ആളായിട്ടുണ്ട്. ഇത്ര പെട്ടെന്നൊന്നും ആവുമെന്ന് ഞാൻ കരുതിയില്ല. നീ എന്നെക്കാളും വലിയ ആളായിട്ടുണ്ട്. പക്ഷേ ഇനി പേടിക്കണം, ഇന്നക സത്തുബ്തല, എൻ്റെ മോൻ പരീക്ഷിക്കപ്പെടും. ഈ ലെവലിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ പരീക്ഷണം എന്ന് പറയണത്. നമുക്ക് വല്ല പരീക്ഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കണതൊന്നും ഒരു പരീക്ഷണമല്ല. അള്ളാഹുവിലേക്ക് അടുക്കുമ്പോഴാണ് പരീക്ഷണങ്ങൾ കൂടുക. മുത്ത് ഹബീബാണ് ഏറ്റവും അള്ളാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടി, ഇല്ലേ? ഏറ്റവും അള്ളാൻ്റെ ഹബീബാണത്. ആ ഹബീബ് എത്ര ക്രൂരമായ പരീക്ഷണങ്ങൾ നമ്മുടെ നോട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ പരീക്ഷണങ്ങൾ മഹത്തുക്കൾ ആസ്വദിക്കുകയാണ്. നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല, കാരണം അള്ളാഹുമായിട്ട് നമുക്ക് മഹബത്ത് വന്നിട്ടില്ല. അള്ളാഹു മഹബത്ത് നൽകട്ടെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ. അപ്പോൾ കുട്ടിയോട് പറയുന്നുണ്ട്, മോനെ, എൻ്റെ പൊന്നു മോനെ, നിനക്ക് പരീക്ഷണങ്ങൾ വരൂടാ, പരീക്ഷണങ്ങൾ വരും. അപ്പോൾ ഒറ്റ കണ്ടീഷൻ, എന്നെ കാണിച്ചു കൊടുക്കരുത്. ഫലത്തതുല്ല അലയ്യ, പിടിക്കപ്പെട്ടാൽ എന്നെ കാട്ടിക്കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ കുട്ടി പിന്നെ അവിടുത്തെ ഒരു അത്ഭുത ബാലനായിട്ട് മാറി. ഈ റാഹിബ്, അതായത് ഈ വലിയ പറയുന്നുണ്ട് എന്നെ കാണിച്ചു കൊടുക്കരുത്. ഈ സംഭവം നമുക്ക് മുത്തുനബിയെ പറഞ്ഞു തരുന്നത്. അപ്പോൾ കുട്ടി അവിടുത്തെ ഒരു അത്ഭുത ബാലനായി ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി. മുത്തുനബി പറയുന്നുണ്ട്, വക്കാന യുബരി ഉൽ അക്മഹ വൽ അബ്റസ വയുദാ ബിന്നാസ്, ഇല്ലേ? കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തു, വെള്ളപ്പാണ്ട് മാറ്റി, ജനങ്ങളുടെ രോഗം മുഴുവൻ മാറ്റി കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വക്കാന ജലീസുൽ മലിക്, രാജാവിൻ്റെ, ആ നാട്ടിലെ രാജാവ്, നമ്മൾ പറഞ്ഞു രാജാവിൻ്റെ പേരെന്താണ്? ദൂനവാസ്. രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, രണ്ട് കണ്ണും കാണൂല, അന്ധനാണ്. അപ്പോൾ അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ട്, ഈ കുട്ടിയുടെ കറാമത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇത് കറാമത്താണെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ, എന്നാൽ അവർ മുസ്ലിങ്ങളല്ല, കുട്ടിയെ മുസ്ലിമായിട്ടുള്ളൂ. അപ്പോൾ എന്തോ അത്ഭുത ബാലനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം വേഗം എന്ത് ചെയ്തു? കുട്ടിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട്, അതായത് ആളുകൾ പിടിച്ച് വടിയൊക്കെ കുത്തിയിട്ടാണ് പോണത്. അദ്ദേഹം കുട്ടിയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുമ്പോൾ കുട്ടിയോട് പറയുന്നുണ്ട്, മോനെ, എനിക്ക് കണ്ണ് കാണൂല, എൻ്റെ രോഗം ഒന്ന് മാറ്റിത്താടാ. അപ്പോൾ കുട്ടി പറയുന്നുണ്ട്, വ ഇന്നീല അഷ്ഫി അഹദ, ഞാൻ ആർക്കും ശിഫ കൊടുക്കൂല. വ ഇന്നമാ യഷ്ഫില്ല, അള്ളാഹുവാണ് ശിഫ തരുന്നവൻ. കാരണം അവരുടെ മനസ്സിലേക്ക് ഈമാൻ എത്തിച്ചു കൊടുക്കലാണ് ഇവിടുത്തെ ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒറ്റ കാര്യമാണ്, വ ഇൻ ആമൻത ദഅഉതുല്ലാഹ ഫശഫാക, നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. നിങ്ങൾ എന്നോട് സങ്കടം പറഞ്ഞില്ലേ? ഞാൻ കേട്ടു, സങ്കടം ഞാൻ കേട്ടു. ഒറ്റ കണ്ടീഷനുള്ളൂ, നിങ്ങൾ മുസ്ലിം ആയിക്കോ. മുസ്ലിം ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കാം, അള്ളാഹ് നിങ്ങൾക്ക് ശിഫ തരും. മനസ്സിലായോ? വലിയായ കുട്ടീനോട് പോയി സഹായം തേടി. അപ്പോൾ കുട്ടി പറയാണ്, നിങ്ങൾ മുസ്ലിം ആയിക്കോ, ഞാൻ അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹ് നിങ്ങൾക്ക് തരും.
ഉടനെ ആ മനുഷ്യൻ പറയാണ്, ഏത് രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പറയാണ്, ആമൻതു ബില്ലാ, അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഫദഅ അല്ലാഹ്, കുട്ടി അള്ളാഹിനോട് ദുആയിരുന്നു. ആ ദുആ ചെയ്യേണ്ട സെക്കൻഡിൽ തന്നെ എന്ത് സംഭവിച്ചു? ഈ മനുഷ്യൻ്റെ 2 കാഴ്ചയും 2 കണ്ണിൻ്റെ കാഴ്ചയും അങ്ങ് തിരിച്ചു കിട്ടി. അയാളുടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഭടന്മാരുടെയൊക്കെ സഹായത്തോടു കൂടെ വന്ന മനുഷ്യൻ രാജകൊട്ടാരത്തിലേക്ക് ഓടിയാണ് ചെല്ലുന്നത്. അപ്പോൾ രാജാവ് അത്ഭുതത്തോടെ, വമൻ റദ്ദ ഇലൈക ബസറക്, അല്ലടോ നിൻ്റെ കാഴ്ച ആരാ എനിക്ക് തിരിച്ചു തന്നത്? ഇതെങ്ങനെ കാഴ്ച കിട്ടി? ആരാ തിരിച്ചു തന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബാണ് തിരിച്ചു തന്നത്. ഇത് കേട്ടപ്പോൾ രാജാവിന് ഇഷ്ടമായില്ല. രാജാവ് ദേഷ്യത്തോടെ എണീറ്റു. വലക്ക റബ്ബുൻ ഗൈരി, ഞാനല്ലാണ്ട് നിനക്കൊരു റബ്ബുണ്ടോടാ? ഞാനല്ലാണ്ട് നിനക്കൊരു റബ്ബുണ്ടോ? അപ്പോൾ മന്ത്രി അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം പറയുന്നുണ്ട്, റബ്ബി വ റബ്ബുക്കല്ലാ, നീ റബ്ബ, എൻ്റെയും നിൻ്റെയും റബ്ബ് അള്ളാഹുവാണ്. രാജാവിന് ഭയങ്കര ദേഷ്യമായി. ഈ മനുഷ്യനെ പിടികൂടി, പ്രൈവറ്റ് സെക്രട്ടറി പിടികൂടി, ശക്തമായി അടിച്ചു, വേദനിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? അത് ഇന്നാലിന്നൊരു അത്ഭുത ബാലനുണ്ട്, അവനിലൂടെയാണ് കിട്ടിയത്. എവിടെ? ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് ഇവിടെ വരിക. പിടിച്ചുകൊണ്ട് ഇവിടെ വന്നു. രാജാവിൻ്റെ മുമ്പിലെത്തിയപ്പോൾ രാജാവിന് സന്തോഷം. കാരണം ഇതാരാണ്? കൂടോത്രം പഠിക്കാൻ വേണ്ടി എൻ്റെ കൂടോത്രക്കാരൻ്റെ അടുക്കിലേക്ക് ഞാൻ അയച്ച കുട്ടിയാണിത്. അപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷം. ഇത് നമ്മുടെ പിള്ളേണല്ല, എൻ്റെ പൊന്നുമോനെ, എൻ്റെ പൊന്നുമോനെ, നീ കൂടോത്രമൊക്കെ പഠിച്ച് ഇത്ര വലിയ ആളായോ? കൂടോത്രം കൊണ്ട് കണ്ണിൻ്റെ രോഗമൊക്കെ മാറ്റി കൊടുത്തല്ലേ, അടിപൊളിയായിട്ടാ. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ പഠിച്ചത് കൂടോത്രമല്ല, രോഗം മാറ്റിയത് ഞാനുമല്ല, പിന്നെ ആരാടാ മാറ്റിയത്? റബ്ബി, എൻ്റെ റബ്ബാണ്. രാജാവിന് പിന്നെ ദേഷ്യമായി. അടിക്കുക, കുഞ്ഞിനെ അടിക്കുന്നവർ. തൊലിപ്പുറത്ത് നല്ല അടി വീണപ്പോൾ പഴയ കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി. അത് വിധി നടക്കണമല്ലോ, അള്ള മറപ്പിച്ച് കളഞ്ഞതായിരിക്കണം. അള്ള മറപ്പിച്ച് കളഞ്ഞു. അത് എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത്? റാഹിബെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് പറയരുതെന്ന്. പക്ഷേ കുട്ടി അത് മറന്നുപോയി. പറഞ്ഞു, എനിക്ക് ഇന്നാലിന്ന ഒരു റാഹിബാണത് എനിക്ക് ഈ മതം പഠിപ്പിച്ചു തന്നത്, അള്ളാനെ പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെ റാഹിബിനെ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. രാജാവ് പറഞ്ഞു, നീ എന്നിൽ വിശ്വസിക്കും, നിൻ്റെ മതം ഉപേക്ഷിച്ചാൽ നിന്നെ വെറുതെ വിടാം, ഇല്ലെങ്കിൽ കൊന്നുകളയും. അബാ, എടാ എനിക്ക് എൻ്റെ റബ്ബ് മതി, നിന്നെ ഒന്നും വേണ്ട. അള്ളാൻ്റെ ഔലിയാക്കൾ അങ്ങനെയാണ്. എന്ത് സംഭവിച്ചു? ഫൗത്തിയ ബിൽ മിൻഷാർ, ഈ മരം അറുക്കുന്ന ഈർച്ചവാളുണ്ടല്ലോ, അത് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന ആ മനുഷ്യൻ്റെ, ആ മഹാനായ വലിയൻ്റെ തലക്ക് മുകളിൽ വെച്ചിട്ട് അറുത്തങ്ങ് പകുത്ത് കളഞ്ഞു. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിൻ്റെ പേരിൽ. പിന്നെന്ത് ചെയ്തു? സുമ്മ ഉത്തിയ ജലീസുൽ മലിക്, രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊണ്ടുവന്നു. നീ മടങ്ങാൻ തയ്യാറുണ്ടോ? റബ്ബി വ റബ്ബുക്കല്ല, എൻ്റെ നിൻ്റെ റബ്ബ് അല്ലയാടാ. ആ മനുഷ്യൻ്റെ തലയിലിങ്ങനെ ഈർച്ചവാൾ കൊണ്ടുവച്ച് അറുത്ത് കളഞ്ഞു. പിന്നെന്താ സംഭവിക്കണം? ഇനി ബാക്കിയുള്ളത് കുട്ടിയാണ്. കുഞ്ഞിനെ പക്ഷേ അള്ളാൻ്റെ വിധി നിങ്ങൾ നോക്ക്, കുഞ്ഞിനെ അങ്ങനെ അറുത്തു കൊല്ലാനായിട്ട് രാജാവിൻ്റെ മനസ്സനുവദിക്കണില്ല. ഒരു കാരുണ്യം തോന്നി. അപ്പോൾ രാജാവ് പറഞ്ഞു, പട്ടാളക്കാരെ വിളിച്ചിട്ട് പറയണം, നിങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടെ? മലമുകളിൽ കയറണം. മലയുടെ മുകളിലെത്തിയിട്ട് ഈ കുട്ടിയോട് നിങ്ങൾ ചോദിക്കണം, മടങ്ങാൻ തയ്യാറാണോ? ഇവൻ മടങ്ങാൻ തയ്യാറാണെങ്കിൽ താഴോട്ട് പോര്, ഇവൻ മടങ്ങുന്നില്ലെങ്കിൽ ഇവനെ മലയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊന്നിട്ട് നിങ്ങൾ തിരിച്ചിങ്ങ് പോരെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പട്ടാളവും കുട്ടിയും കൂടെ ഇങ്ങനെ മല കയറുകയാണ്. മുത്തുനബി നമുക്ക് പറഞ്ഞു തരാണ്. മല കയറി പകുതി എത്തിയപ്പോൾ കുട്ടി അങ്ങോട്ട് നിന്നു. എന്നിട്ടൊരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഅ്ത, പടച്ചോനെ നീ ഉദ്ദേശിക്കുന്നത് പോലെ ഇവരെ കൈകാര്യം ചെയ്യണേ. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. നീ ഉദ്ദേശിക്കുന്നത് പോലെ ഇവന്മാരെ കൈകാര്യം ചെയ്യണേ അല്ലാ. ഭൂമിയൊന്ന് വിറച്ചു. പർവ്വതത്തിൽ നിന്ന് എല്ലാ സൈന്യങ്ങളും തെറിച്ചുപോയി, എല്ലാ പട്ടാളക്കാരും തെറിച്ചുപോയി. കുട്ടി മാത്രം ഒരു കുഴപ്പമില്ലാതെ താഴേക്ക് ഇറങ്ങി വന്നു. രാജാവിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ, എവിടെ എൻ്റെ പട്ടാളക്കാരെവിടെ? അവിടെയൊക്കെ എൻ്റെ നാഥനെടുത്തു, എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പിന്നെ ദേഷ്യമായി. ഇനി മലയിലോട്ടൊന്നും പോകണ്ട, നിങ്ങൾ ഇവനെയും കൊണ്ട് കടലിൽ പോകണം. നല്ല ആഴക്കടലിലേക്ക് എത്തുമ്പോൾ ഇവനോട് ചോദിക്കണം, മടങ്ങാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ കൊണ്ടുവരൂ, തയ്യാറല്ലേ എറിഞ്ഞങ്ങ് കൊന്നുകളഞ്ഞേക്ക്, നിങ്ങളിങ്ങോട്ട് പോരുന്നോളൂ. കപ്പലിൽ കയറ്റി കര കാണാത്ത സ്ഥലത്തി, കര കണ്ണിൽ നിന്ന് മറഞ്ഞ സമയത്തിയപ്പോൾ കുട്ടിയുടെ ഒറ്റ ദുആയാണ്, അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഅ്ത, പടച്ചോനെ ഇവന്മാരെ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണേ. രാക്ഷസ തിരമാലകൾ വന്നിട്ട് ബാക്കിയുള്ള മുഴുവൻ മനുഷ്യന്മാരെ നക്കി തുടച്ചുകൊണ്ട് പോയി. കുട്ടിക്ക് മാത്രം ഒരു കുഴപ്പമില്ല. കപ്പൽ കരക്കടിഞ്ഞു. കുട്ടി നേരെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ രാജാവ് ഇങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. ഇതെന്താണ് ഈ നടക്കണത്? എവിടെ എൻ്റെ പട്ടാളക്കാരെവിടെ? അവരെയൊക്കെ എൻ്റെ റബ്ബെടുത്തു.
അപ്പോൾ രാജാവിന് ദേഷ്യം വന്നിട്ട് വിറക്കുമ്പോൾ കുട്ടി പറഞ്ഞു, ഇന്നക്ക ലൻ തഖ്തുലനി, എന്നെ കൊല്ലാൻ നിന്നെ കൊണ്ട് പറ്റൂല മോനെ. രാജാവിനോട് പറയും, എന്നെ കൊല്ലാൻ നിന്നെ കൊണ്ട് പറ്റൂല, ഇനി നിനക്ക് എന്നെ കൊല്ലണോ? അപ്പോൾ കുട്ടി ലാഭകരമായ ഒരു രക്തസാക്ഷിത്വം സ്വീകരിക്കാൻ പോവാണ്. എന്നെ കൊല്ലണോ നിനക്ക്? ഒറ്റ കണ്ടീഷൻ, ഞാൻ പറയണത് പോലെ ചെയ്താൽ മതി. പറ എന്താ ചെയ്യേണ്ടത്? ഞാൻ അൻതജ്മഅ അന്നാസ് ഫീ സഈദിൻ വാഹിദ്. എന്താ പറഞ്ഞത്? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരു മൈതാനത്ത് നീ ഒരുമിച്ച് കൂട്ടുക. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരു വലിയ മൈതാനിയിൽ നീ ഒരുമിച്ച് കൂട്ടണം. എന്നിട്ടോ എൻ്റെ തന്നെ ആവനാഴിയിൽ അമ്പുണ്ടാവും. എൻ്റെ ആവനാഴിയിൽ അമ്പെടുത്തിട്ട് എനിക്ക് നേരെ നീ എയ്ത് വിടണം. ആ എയ്ത് വിടുന്ന സമയത്ത് നീ പറയണം, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. എന്ത് പറയണം? ഈ കുട്ടിയുടെ നാഥൻ്റെ പേരിൽ ഞാൻ അമ്പെയ്യുന്നു, ബിസ്മില്ലാ എന്ന് പറയണം. ഇങ്ങനെ ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. ആരാ പറയണേ? കാഫിറായ രാജാവ്. എന്താണ് ആ നാമം? ഇസ്മെന്താ? ബിസ്മില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ബിസ്മില്ലയുടെ അല്പം ചില ഭാഗങ്ങൾ പറഞ്ഞു. നിങ്ങളിത് കേട്ടു നോക്കിയേ. കാഫിർ പ്രയോഗിച്ചാൽ പോലും അത്ഭുതം നടക്കും. അങ്ങനെ എന്ത് ചെയ്തു? രാജാവ് ജനങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി കുട്ടിയുടെ ആവനാഴിയിൽ നിന്ന് തന്നെ അമ്പെടുത്തു. ഒരു മരത്തിൽ കുട്ടിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. അമ്പിങ്ങനെ വില്ലിൽ എയ്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. ഏത്? ഞാനാണ് റബ്ബെന്ന് വിശ്വസിക്കണ അല്ലെങ്കിൽ അഹങ്കരിച്ച് നടക്കണ ഒരുത്തൻ്റെ വായിൽ നിന്ന് ആ കുട്ടി പറയിപ്പിക്കുകയാണ്. എന്താ പറയിപ്പിക്കണേ? ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. എയ്ത് വിട്ടു. ആ കുഞ്ഞിൻ്റെ ചെന്നിയിൽ തറച്ചു. കുട്ടി പിടഞ്ഞ് ഷഹീദായി. ലാഭകരമായ രക്തസാക്ഷിത്വം. എന്തെങ്ങനെ പറയാൻ കാരണം? അവിടെ കൂടി നിന്നിരുന്ന മുഴുവൻ ജനങ്ങളും ഇത് കണ്ടപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് വിളിച്ചു പറഞ്ഞു, ആമന്നാ ബി റബ്ബിൽ ഗുലാം, ആമന്നാ ബി റബ്ബിൽ ഗുലാം. ഈ കുഞ്ഞിൻ്റെ നാഥനിൽ ഞങ്ങളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. രാജാവ് ചെയ്ത പണിയൊക്കെ വെറുതെ ആയില്ലേ? ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയപ്പോൾ ആ കൂടി നിന്ന മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് വരികയാണ്. മനസ്സിലായോ? പിന്നെന്താ സംഭവിക്കണേ? രാജാവ് വലിയ കിടങ്ങുകൾ കുഴിക്കുകയാണ്. ആ കിടങ്ങിലിങ്ങനെ തീയിടുന്നുണ്ട്. എല്ലാവരെയും അതിൽ ചുട്ടുകൊല്ലാൻ തീരുമാനിക്കണം. മടങ്ങുന്നുണ്ടോ നിങ്ങൾ? മടങ്ങില്ല. ഞങ്ങൾക്ക് വലുത് അല്ലാഹ്, ആമന്നാ ബി റബ്ബിൽ ഗുലാം. കിതാബുകളിൽ കാണും ഒരു ദിവസം 20,000 ആളുകളെ വരെ കിടങ്ങിലിങ്ങനെ കത്തിച്ചാമ്പലാക്കി കൊന്നിരുന്നു എന്നാണ്. ഹത്താ ജാഅത് ഇംറഅത്തുൻ, ഒരു പെണ്ണ് അവിടെ വന്നു. വമാഹാ സബിയുല്ലഹ, അവരുടെ കയ്യിൽ മുലകുടി മാറാത്തൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് ആ തീയിൻ്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഉമ്മയല്ലേ, ഫതഖഅസത്, അവളിങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ കുഞ്ഞ്, എനിക്ക് ചാടാനൊരു കുഴപ്പമില്ല റബ്ബേ, എൻ്റെ കുഞ്ഞ് കൈക്കുഞ്ഞാണ്. ഉമ്മയുടെ മനസ്സൊന്ന് പതറിപ്പോയപ്പോൾ കയ്യിലിരിക്കുന്ന പാല് കുടിക്കുന്ന കുഞ്ഞ് വർത്താനം പറയാണ്, യാ ഉമ്മാ, യാ ഉമ്മാ ഇന്നക്കി അലൽ ഹഖ്, നിങ്ങൾ സത്യത്തിൻ്റെ മേലാണ് ഉമ്മ, പേടിക്കേണ്ട, ധൈര്യമായിട്ട് ചാടിക്കോ. ഉമ്മ ചാടി, കുഞ്ഞും ചാടി, ഷഹീദാവാണ്. അപ്പോൾ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ബിസ്മില്ല അത്രയും കൊല്ലാൻ നോക്കിയിട്ട് നടക്കാതിരുന്ന കുട്ടി മരണപ്പെട്ടത് എന്ത് ചൊല്ലിയപ്പോഴാ? ബിസ്മില്ല എന്ന് ചൊല്ലിയപ്പോഴാണ്. ആരാ ചൊല്ലിയത്? മുസ്ലിമായ ആളാണോ? അല്ല, കാഫിറായ രാജാവാണ് ബിസ്മില്ല എന്ന് ചൊല്ലിയത്. അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഹൈറിൻ്റെയും താക്കോലാണ്. എല്ലാ ഹൈറിൻ്റെയും താക്കോലാണ്. ഇത് പഠിപ്പിക്കുന്നുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കലിമത്തു മിഫ്താഹ്, അള്ളാഹുവിലേക്കുള്ള ചാവിയാണ്. മുത്തുനബി തങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ചിന്തിച്ചു നോക്കിയ മുത്തുനബി തങ്ങൾ അവിടുത്തെ വഹീദിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നാഥനായ റബ്ബിൻ്റെ ബിസ്മി കൊണ്ട് തുടങ്ങാനാണ് പറഞ്ഞത് അല്ലേ? ഉമ്മിയായിരുന്നു മുത്തുനബി തങ്ങൾ. എഴുതാൻ വായിക്കാൻ ഒന്നും അറിയില്ലായിരുന്നു ഹബീബായ തങ്ങൾക്ക്. ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് പോയി എഴുത്തും വായനയും പഠിക്കാനല്ല പറഞ്ഞത്, ബിസ്മി ചൊല്ലി അങ്ങ് തുടങ്ങിക്കോ. ബിസ്മി ചൊല്ലിയപ്പോൾ എഴുത്തറിയാത്ത നബിക്ക് എഴുതാൻ കഴിഞ്ഞു, വായിക്കാൻ അറിയാത്ത മുത്തുനബിക്ക് വായിക്കാൻ കഴിഞ്ഞു. മനസ്സിൽ അത്ര വലിയ അത്ഭുതമാണത്. നമ്മൾ ഈ മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, നൂഹ് നബിയുടെ കപ്പൽ ചലിപ്പിച്ചത് ബിസ്മിയാണ്. സുലൈമാൻ നബിയുടെ അധികാരത്തിൻ്റെ പിന്നിൽ ബിസ്മിയാണ്. ഇതൊക്കെ എന്തിനാ? എൻ്റെ ഉപ്പാപ്പാക്ക് ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ അവകാശപ്പെട്ടിരിക്കാനല്ല. പിന്നെ ഇത് നമ്മുടെ ലൈഫിലും വരണം. നമുക്കിത് ബോധ്യപ്പെടണം. അനുഭവിച്ച എത്ര ആൾക്കാർ നമുക്കിടയിലുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കയ്യിൽ 5 പൈസ ഇല്ല, കയ്യിൽ 5 പൈസ ഇല്ല, പക്ഷേ ഒരു വീട് വേണം. അവർ ആലിമിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ തുടങ്ങിക്കോ, ബിസ്മി ചൊല്ലി അങ്ങ് തുടങ്ങിക്കോടാ, ഒക്കെ ശരിയാവും. അയാൾ ഒരു സയ്യിദിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ കൊണ്ടുവന്നിട്ട് ബിസ്മി ചൊല്ലി തറക്കല്ലിട്ടു, ഒക്കെ ഭംഗിയായി. ഇങ്ങനെ അതിൻ്റെ സമയമായപ്പോഴത്തേക്കും വീട് പണി കഴിഞ്ഞു. അപ്പോൾ ചോദിക്കുകയാണ് ഒരാളോട്, എങ്ങനെ വീടെങ്ങനെ പണിത്? കയ്യിൽ പൈസ ഒന്നും ഉണ്ട്, എങ്ങനെ പണിതെന്ന് അറിയാൻ പാടില്ല, അങ്ങനെയൊക്കെ അങ്ങനെ നടന്ന്. എന്നെൻ്റെ പൊന്നുമോനെ നീ അറിയണം, എങ്ങനെയാണ് നീ പണിതത്? ബിസ്മില്ല കൊണ്ടാ. നീ ബിസ്മി ചൊല്ലി തുടങ്ങിയതല്ലേ, ബിസ്മില്ല കൊണ്ട് പണിതാണ്. അത് അനുഭവിച്ചറിയാൻ കഴിയലാണ് ഏറ്റവും വലുത്. ഇത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ സമാധാനം.
മോളുടെ കല്യാണമാണ്, 5-ൻ്റെ പൈസ ഇല്ല ഉസ്താദേ. ബിസ്മീൻ ചൊല്ലി ഇറങ്ങിക്കോന്നേ, പടച്ചോൻ തരും. ബിസ്മീൻ ചൊല്ലി ഇറങ്ങി. സ്വർണ്ണമൊക്കെ ഇച്ചിരി കടം വാങ്ങിയാണ് കുട്ടിക്ക് ഇട്ട് കൊടുത്തത്. കല്യാണം കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ഹദിയ ഉണ്ടെന്ന് കൊടുത്തു. വൈകുന്നേരം അപ്പോൾ ചോദിക്കാണ്ട് കടമൊക്കെ വീഡിയോ, കടം വല്ലതുണ്ടോ? അൽഹംദുലില്ലാ ഒരു കടം ഇല്ലാട്ടാ. പക്ഷെ ഇതെങ്ങനെയെന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കണതേ. എങ്ങനെ? എന്തുകൊണ്ടാണ് കടം ഇല്ലാണ്ടായത്? എന്തുകൊണ്ടാണ് അത് ഭംഗിയായി നടന്നത്? ബിസ്മില്ല കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ബിസ്മില്ല കൊണ്ടാണ്. നീ ബിസ്മീൻ ചൊല്ലി ഇറങ്ങിയപ്പോൾ മുഖല്ലിബുൽ ഖുലൂബായ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹ് ഈ നല്ല പിശുക്കനായ മനുഷ്യൻ്റെ മനസ്സിലും പോലും തോന്നിച്ചു, കൊടുക്കട 2000, കൊടുക്കട 1000, കൊടുക്കട 500, കൊടുക്കട 5000. അള്ളാഹ് മറ്റുള്ളവൻ്റെ കൽബിലേക്ക് അങ്ങ് തോന്നിച്ചപ്പോൾ അവർ കൊണ്ടുവന്ന് നിൻ്റെ കയ്യിൽ പൈസ തന്നു. എന്തേ കാരണം? നീ ബിസ്മീൻ ചൊല്ലി ഇറങ്ങിയത് കൊണ്ടാണ്. മനസ്സിലുണ്ട്. അപ്പോൾ ഇതൊരു ബോധ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരണം. ഇതൊരു ബോധ്യമാകണം. അപ്പോൾ കാഫിർ ബിസ്മി ചൊല്ലിയിട്ട് ഫലം ഉണ്ടായെന്ന് പറയുമ്പോൾ മുസ്ലിമായി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഫലം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോൾ ഉറച്ച ബോധ്യത്തിൽ ബിസ്മി ചൊല്ലാൻ കഴിയണം. ഏത് കാര്യം തുടങ്ങുമ്പോഴും എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വെറുതെ എങ്ങനെ അങ്ങോട്ട് ചൊല്ലിയാൽ പോലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ്. അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം, ഇമാമുൽ അഅ്ലം എന്നറിയപ്പെടുന്ന മഹാനാരാണ്? കമൻ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ബിസ്മില്ലാഹിയുടെ മഹത്വം മനസ്സിലാക്കാൻ, നിൻ്റെ ഇസ്മിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ, അത് വിഴുങ്ങി കൽബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിൽ നിന്നെ സ്തുതിക്കാൻ, ഇസ്മു ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. അതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് തരണേ അല്ലാ. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിൻ്റെ താക്കോല് ബിസ്മിയാണല്ലോ. വേണ്ടവണ്ണം പ്രയോഗിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. നിൻ്റെ സാമീപ്യം തിരിച്ചറിയാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. നീ കാവലേകണേ അല്ലാ. ബിസ്മില്ല കൊണ്ട് കാവലേകണേ അല്ലാ. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണേ അല്ലാ. അദബ് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. എത്രയെത്ര അസുഖബാധിതരാണ്, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ലാ. കണ്ണേറും ശിഹറും ാക്കണയല്ല. കച്ചവടങ്ങളിൽ മറ്റു മേഖലകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം കൊടുക്കണയല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ കൊടുക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞത് ആരെല്ലാമാണോ നീ അറിയാമല്ലോ റബ്ബേ, നിനക്കറിയാമല്ലോ റബ്ബേ. എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണയല്ല. പ്രായമുള്ള ഒരുപാട് ആളുകൾ പടച്ചവനെ എല്ലാവരും കുടുംബസമേതം ഇരുന്ന് ഈ സദസ്സ് ഒരുമിച്ച് വീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്പുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.